ആഡംബര കപ്പലിൽ ജോലി ചെയ്യുന്ന ഒരു സുഹൃത്ത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന കൂണിൻ്റെ മാത്രം സ്പെഷ്യൽ വിഭവങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇന്നൊരു വീഡിയോയിൽ നമ്മൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഈ ഒരു പാചക കലയുടെ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെയാണ്. സ്പെഷ്യലായിട്ട് പറയേണ്ടത് കൂണ് മാത്രം വെച്ചിട്ടുള്ള ഐറ്റംസുകളാണ്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നതാണെങ്കിൽ ആ കൂൺ കൃഷി മാത്രം ചെയ്യുന്ന ഒരു സുഹൃത്തിൻ്റെ ഫാമിലാണുള്ളത്. അപ്പോൾ ഈ ഫാമിൽ തന്നെ കൂണ് എടുത്തിട്ട് ഇവിടുന്ന് പാചകം ചെയ്തുകൊണ്ടിരിക്കുന്ന ഐറ്റംസ് കാര്യങ്ങളൊക്കെയാണ്. ഇതിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളാണ് ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് അറിയിക്കുക. അതുപോലെ തന്നെ ഈ ഫാമിൻ്റെ കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളും കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോയുടെ ലിങ്ക് നമ്മൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ കാണാൻ അഭിപ്രായങ്ങൾ അറിയിക്കാൻ ശ്രമിക്കുക. ഇക്ക എന്തൊക്കെയാണ് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കണേ? മഷ്റൂമിന്റെ പല വിഭവങ്ങൾ. ഇപ്പൊ മഷ്റൂം കിട്ടി കഴിഞ്ഞാൽ അത് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല എന്നൊക്കെ പറയുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഞങ്ങൾക്ക് മഷ്റൂം കൊണ്ടുപോയിട്ട് എങ്ങനെ കുക്ക് ചെയ്യാൻ അറിയില്ല. അപ്പൊ അതിനൊരു എക്സ്പെരിമെന്റ് ആണ് ഇവിടെ ചെയ്തുകൊണ്ട് ഞങ്ങൾ ഇടയ്ക്ക് ഇവിടെ കൂടാറുണ്ട്. അപ്പൊ ഇന്ന് നമ്മുടെ ബിബിൻ, നമ്മുടെ ചങ്ക് ബ്രോ ആണ്. അപ്പൊ ആള് ഇതിൽ എക്സ്പെർട്ട് ആണ്. കാരണം പുറത്താണ് മഷ്റൂമിന്റെ ഒരുപാട് നമുക്ക് ഷിപ്പിലാണ് ഓൾറെഡി ആള് വർക്ക് ചെയ്യുന്നത്. അപ്പൊ ആള് മഷ്റൂം ടിക്കപ്പ് പൊരിക്കാൻ വേണ്ടി പോകുന്നു. മഷ്റൂം ടിക്കാണ് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത്. ഇక പൊതുവെ പലർക്കും ഈ മഷ്റൂം കിട്ടിക്കഴിഞ്ഞാൽ എന്താ ചിലർ പറയും കറി വെച്ചാൽ മതി അല്ലെങ്കിൽ പൊരിച്ചെടുത്താൽ മതി. ഒരുപാട് റെസിപ്പീസ് നമുക്ക് ചിക്കൻ കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ നമുക്ക് ഈ കൂണ് കൊണ്ടും ചെയ്യാം. പല ആളുകൾക്കും അറിയാത്തതാണ്. ഇപ്പം ഈ സാധനം എന്ന് പറയുന്നത് മഷ്റൂം ബ്രോസ്റ്റ് ആണ്. ശരിക്കും നിങ്ങൾ കുറച്ചും കൂടെ സമയം നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം. മഷ്റൂം ബ്രോസ്റ്റ് അല്ലേ? ഇത് ഓയിസ്റ്റർ കൊണ്ടാണ് ചെയ്തിട്ടുള്ളത്. ഓയിസ്റ്റർ മഷ്റൂം ആണ് ഇത്. നമ്മുടെ ശരിക്കും 65 റെഡിയാക്കി വെച്ചതാണ്. ഒറ്റ നോട്ടത്തിൽ കണ്ടു കഴിഞ്ഞാൽ ചിക്കൻ ഉള്ള ഒരു മസാല കൂട്ട് കണ്ടു കഴിഞ്ഞാൽ ആ ഒരു രീതിക്കാണ് ഇപ്പൊ മനസ്സിലാക്കുന്നത്. മഷ്റൂം സ്റ്റഫ് ചെയ്ത് വെച്ചാണ് ഇവിടെ ഇപ്പോൾ യൂസ് ചെയ്തിട്ടുള്ളത്. എല്ലതും മിൽക്കി മഷ്റൂം യൂസ് ചെയ്തിട്ടുണ്ട്. അതിന് മിൽക്കി മഷ്റൂം കൊണ്ട് എന്തൊക്കെയാ ചെയ്തത് നമ്മൾ ഷെഫ് പറയും. ഷെഫാണ് അതിന്റെ എല്ലാ യെസ്. നമ്മളിവിടെ 3 മഷ്റൂമും നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. നമ്മളിതിന് ചിപ്പി യൂസ് ചെയ്തത് നമ്മുടെ ബ്രോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ബട്ടൺ മഷ്റൂം യൂസ് ചെയ്തത് നമ്മൾ 65 അതേമാതിരി ടിക്ക ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ മിൽക്കി യൂസ് ചെയ്തത് നമ്മൾ സൂപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. സൂപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മിൽക്കി ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ മിൽക്കി ഉണ്ടാക്കിയിട്ട് സൂപ്പ് റെഡിയാണ്. ഒരു ക്രീം ഓഫ് മഷ്റൂം സൂപ്പാണ്. അപ്പോൾ അതുകൊണ്ട് മിൽക്കി കുറച്ചുകൂടി സ്ട്രെങ്ത്തും അതിൻ്റെ ഉള്ളിൽ കുറച്ചുകൂടി വാട്ടർ കണ്ടന്റ് നല്ല രീതിയിൽ ഉള്ളതുകൊണ്ട് നമുക്ക് അത് ഇതിന് വേണ്ടിയിട്ട്, അതായത് സൂപ്പിന് വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ ഏറ്റവും അനുയോജ്യമായിട്ടുള്ളൊരു മഷ്റൂമാണ്. ആൾ ഇത്രയൊക്കെ എക്സ്പീരിയൻസ് പറയുന്നുണ്ടല്ലോ. ആളെ പരിപാടിയെ ഇതാണ്. കാരണം പുറത്ത് ആള് വർക്ക് ചെയ്യുന്നത് ഷിപ്പിലാണ്. അതും ആഡംബര ഷിപ്പാണ്. അപ്പൊ അവിടെ ഈ മഷ്റൂമിന്റെ നമ്മളിപ്പോ കാണാത്ത ഒരുപാട് വെറൈറ്റി മഷ്റൂം ആണ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മളിവിടെ ഉത്പാദിപ്പിക്കുന്നത് ബട്ടൺ, ചിപ്പി, അതുപോലെ മിൽക്കി. ഇതൊന്നും അല്ലാത്ത ഒരുപാട് മഷ്റൂംസ് നമ്മൾ നെക്സ്റ്റ് ഇയർ ഒക്കെ ആകുമ്പോഴൊക്കെ അങ്ങനെ വരുന്നതാണ്. അതിൻ്റെ ഒരുപാട് റിസർച്ചും ഡെവലപ്മെൻറ്റ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആളിപ്പോൾ നിലവിൽ ചെയ്യുന്ന നമ്മളെ ഒരു ഹെൽപ്പ് ആളുണ്ടായതുകൊണ്ടാണ് നമുക്ക് ഇത്രയും കാര്യങ്ങളൊക്കെ മഷ്റൂമിൻ്റെ ബൈ പ്രോഡക്റ്റും വാല്യൂ അഡീഷനൊക്കെ ചെയ്യാൻ പറ്റിയല്ലേ? എന്നാ പറയാനാ, എല്ലാ ഞായറാഴ്ച ഇതന്നെയാണ് പണി. എന്നെ വിളിക്കും, ചങ്കയെന്ന് വിളിച്ച് എന്നോട് കൊണ്ടുവരും. എന്നെ കൊണ്ട് കുറേ പണി ചെയ്യിപ്പിക്കും. അതന്നെ സംഭവം. പക്ഷേ ഇതിൽ ഒരു നല്ലൊരു ഔട്ട്കം ഉണ്ട്. അതുകൊണ്ട് ഞാൻ സഹകരിക്കുന്നു മാത്രം. ഈ മഷ്റൂം നൂഡിൽസ് ആണ് ഇനിയിപ്പം നെക്സ്റ്റ് ചെയ്യാനുള്ളത്. മഷ്റൂമിന്റെ ചോപ്സി അല്ലേ? ഫ്രണ്ട്സ്, ഇവിടെ മഷ്റൂമിന്റെ നൂഡിൽസ് കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. പിന്നെ വേറെ ഇതൊക്കെ എന്താ സംഭവം? അതാണ് സ്റ്റഫ്ഡ് മഷ്റൂം. ഓക്കെ, അതൊക്കെ റെഡി ആയി കഴിഞ്ഞാൽ റെഡിയാണ്. ഇത് ബ്രോസ്റ്റിനുള്ള മഷ്റൂം മാരിനേറ്റ് ചെയ്ത് വെച്ചല്ലേ? പിന്നെ ആൾക്കാർക്കൊരു ധാരണ ഉണ്ട്, നമ്മൾ ടിക്ക ഉണ്ടാക്കുമ്പോൾ നമുക്ക് കൽക്കരി വേണം, അല്ലെങ്കിൽ അതിന് ഓപ്പൺ ഫയർ വേണം. ഒന്നും വേണ്ട. ഒന്ന് താഴോട്ട് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മഷ്റൂമിന്റെ ടിക്ക ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് കാണാം. ജസ്റ്റ് എടുത്തിങ്ങനെ റോൾ ചെയ്താൽ മതി. നമുക്ക് കറക്റ്റ് ഒരു ടിക്കയുടെ ഒരു ഫ്ലേവറിൽ കിട്ടും. ചട്ടിയിലാ വെച്ചിട്ടുണ്ടല്ലേ? യെസ്. പാനാണ്. അധികം എണ്ണ ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് വെറുതെ ഒന്ന് ഇത് ചെയ്യും. ശ്രദ്ധ വേണം, എപ്പോഴും ഇങ്ങനെ തിരിച്ചു കൊടുക്കണം. എന്താണ് നമ്മുടെ പ്രേക്ഷകരോട് പറയാനുള്ളത്? കാരണം നമ്മുടെ നാട്ടിൽ അധികം ആൾക്കാരും ടേസ്റ്റ് ചെയ്യാത്ത, ഒരു പക്ഷേ ഈ വീഡിയോ കണ്ടിരിക്കുന്ന ചിലരും ചിലപ്പം ജീവിതത്തിൽ ഇതേവരെ കഴിച്ചിട്ടുണ്ടാവില്ല ഈ മഷ്റൂം കാര്യങ്ങളൊക്കെ. എന്താണ് അവരോട് പറയാനുള്ളത്? മഷ്റൂം കൊണ്ട് നമുക്ക് എന്തൊക്കെ ഐറ്റം ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റം ആണോ? എന്താണ് പറയാനുള്ളത്? മഷ്റൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള ഒരു പ്രൊഡക്റ്റാണ്. വെജിറ്റേറിയൻ ആണ്, വീഗൻ ആണ്.
അപ്പം മഷ്റൂം വെച്ചിട്ട് നമ്മൾ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ പറമ്പിലുണ്ടാവുന്നതായിരുന്നു മഷ്റൂം. അധികവും ആൾക്കാർക്ക് അതിനെ പറ്റിയിട്ടുള്ളൊരു ഹെൽത്ത് ബെനിഫിറ്റ് എന്താണെന്നുള്ള കാര്യം അറിയില്ല. ജസ്റ്റ് നല്ലൊരു കഴിക്കാൻ എഡിബിൾ ആണ് തോന്നിയിട്ട് അങ്ങനെ കറി വെച്ച് കഴിച്ചവരുണ്ട്. ഇന്നത്തെ കാലത്ത് അതല്ല, ഹെൽത്ത് ബെനിഫിറ്റ്സും കാര്യങ്ങളും ജസീറെ പോലത്തെ ആൾക്കാർ അത് കൊല്ലങ്ങളായി അത് പ്രൊഡക്ഷനും ഈ മാനുഫാക്ചറിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തു വരുമ്പം നമുക്ക് എന്താ പറയുക, ഒരു സപ്പോർട്ട് ചെയ്യാമെന്നുള്ള ഒരു ആഗ്രഹത്തോടു കൂടിയാണ് ജസീറിൻ്റെ ഒപ്പം വന്നത്. പിന്നെ ഈ മഷ്റൂം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഡെഫിനറ്റ്ലി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. ഏത് മഷ്റൂം ആയാലും പുറത്തുനിന്ന് നിങ്ങൾക്ക് ബ്രാൻഡഡ് ആയിട്ട് നിങ്ങൾക്ക് വാങ്ങിക്കാൻ കിട്ടുന്ന മഷ്റൂം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അത് വെച്ചിട്ട് നിങ്ങൾ ചിക്കൻ, മട്ടൺ, എഗ്ഗ്, ബീഫ്, ആട്, പോത്ത്, വാട്ട് എവർ യു കോൾ, അതിനൊക്കെ നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ അതിന് നല്ലൊരു ഉമാമി ഫ്ലേവർ ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഏത് മസാല ഉണ്ടാക്കുകയാണെങ്കിലും ആ മസാലയോട് നല്ലോണം കമ്പൈനും അതേമാതിരി നല്ലോണം ബ്ലെൻഡ് ചെയ്ത് പോകുന്ന ഒരു പ്രൊഡക്റ്റാണ് മഷ്റൂം. മണ്ഡലകാലത്തും മഷ്റൂം കഴിക്കാം. ഓക്കെ, ഇപ്പൊ സീസൺ ആയതുകൊണ്ട് അവർക്ക് വേണമെങ്കിൽ അതൊരു പ്രൊമോഷൻ. മഷ്റൂം കഴിക്കുന്നതുകൊണ്ട് അത് നോൺ വെജിറ്റേറിയൻ ആണ് എന്ന് പറയുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു നോട്ടീസാണത്. അപ്പൊ അങ്ങനെയാണ്, ആ സമയത്താണ് കഴിക്കൊണ്ട് കുഴപ്പമില്ലല്ലേ? ഒരു കുഴപ്പമില്ല. മഷ്റൂം ഈസ് വെജിറ്റേറിയൻ അല്ല, വെജിറ്റേറിയൻ ആണോ വീഗൻ ആണ്. ഏറ്റവും കൂടുതൽ ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള സാധനം, അതായത് ഇതിൽ വരുന്ന ഒരു ന്യൂട്രിയന്റ് അത് ഏതാണെന്ന് നിങ്ങൾ കണ്ടുപിടിക്കുക. അതിൽ വരുന്ന ന്യൂട്രിയന്റ് നമുക്ക് ഏർലി സൺറൈസിൽ മാത്രമേ നമുക്ക് ആ ഒരു വൈറ്റമിൻ കിട്ടുള്ളൂ. നൗ യു ഫൈൻഡ് ഔട്ട് ഏതാണ് ആ വൈറ്റമിൻ എന്നുള്ളത്. മിൽക്കി മഷ്റൂം വെറൈറ്റിയുടെ സൂപ്പാണിത്. കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയുണ്ട്. അതിലുപരി ഇതിനടുത്തത് ഇളക്കുന്ന സമയത്ത് ഒരു ആവി വരുമ്പോൾ അതിൻ്റെ കൂടെ വരുന്ന സ്മെല്ലുണ്ടല്ലോ, അതൊരു വേറെ ഫീൽ തന്നെയാണ്. എങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, ബൗളിലേക്ക് കുറച്ച് എടുത്ത് കഴിഞ്ഞതിന് ശേഷം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ എങ്ങനെ ഉണ്ട് എന്നുള്ളത്. ഇതിൽ നല്ല കട്ടിയുണ്ട്. നമ്മുടെ ഷെഫ് ഇതിനകത്തേക്ക് കുറച്ച് ചപ്പും കൂടി ഇട്ട് തന്നിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യണം, സൂപ്പ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോവാണ്. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് നമ്മൾ മഷ്റൂമിൻ്റെ സൂപ്പ് കുടിക്കുന്നത്. ഒരു രക്ഷയില്ല. ഒരിക്കലെങ്കിലും നിങ്ങളിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. ഇതിനി നമ്മുടെ ഷെഫിൻ്റെ പവറാണോ എന്ന് അറിയില്ല. എങ്ങനെയായാലും അടിപൊളിയാണ്, ഒരു രക്ഷയില്ല. എന്താ ഇതിൻ്റെ ഫ്ലേവർ എന്ന് പറയേണ്ടത്, നമുക്ക് എങ്ങനെയെന്ന് പറയേണ്ടത് അറിയില്ല. കുരുമുളകിൻ്റെ ആ ഒരു ഫീല് കിട്ടുന്നുണ്ട്. എല്ലാം കൊണ്ടും ഓക്കെയാണ് കേട്ടോ, അടിപൊളിയാണ്. അപ്പോൾ ഇനി ബാക്കിയുള്ളത് സംഭവം എന്തൊക്കെ ഉണ്ടെന്നുള്ളത്, എങ്ങനെയൊക്കെ ഉണ്ട്, നമ്മൾ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, ഓടിച്ച് കാണാം എങ്ങനെ ഉണ്ടെന്നുള്ളത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളൊക്കെ വീഡിയോയിൽ കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഫാമിലെ ജസീർക്ക എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾക്ക് ഈ ഒരു മഷ്റൂം കൃഷിയെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇങ്ങനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമ്പർ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആർക്കെങ്കിലും മഷ്റൂം വേണമെന്നുണ്ടെങ്കിലും ഇക്കെ കോൺടാക്ട് ചെയ്താൽ മതി. കൂടുതൽ വിശേഷങ്ങളായിട്ട് കൊണ്ട് കാണാം. ബൈ.